നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കളമറിഞ്ഞ് കളിക്കാൻ ഏറ്റവും നന്നായി അറിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പലപ്പോഴും UDFനെയും കോൺഗ്രസിനെയും വരച്ച വരയിൽ നിർത്തുന്നതും ലീഗ് തന്നെയാണ്. UDFന് വേണ്ടി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും ലീഗാണ് എന്നൊരു ആക്ഷേപം ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്തു പറയുന്നുവോ അത് നടക്കുക എന്നത് മാത്രമേ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മുന്നിൽ അഭികാമ്യമായി ഉണ്ടായിരുന്നുള്ളൂ. തരമറിഞ്ഞ് കളിക്കാൻ, കാറ്റുള്ളപ്പോൾ പാറ്റാൻ നന്നായി ലീഗ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും UDFന് ഭരണം കിട്ടുമെന്നുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ തങ്ങളുടെ പഴയ സമ്മർദ്ദതന്ത്രം കൃത്യമായി ഉപയോഗിക്കാൻ ലീഗ് നേതൃത്വം തുടക്കം കുറിച്ചു കഴിഞ്ഞു, അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഇത്തവണ 33 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. നേരത്തെ 30 സ്ഥാനാർത്ഥികളാണ് സാധാരണയിൽ ഉണ്ടാവുക. അതിലൊരു 20 പേർ ജയിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇത്തവണ 33 മുതൽ 35 വരെ 33 മുതൽ 35 വരെ സീറ്റുകൾ വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 35-എങ്കിലും 33-എങ്കിലും അവർ നിർബന്ധമായും ആവശ്യപ്പെടും. കാരണം തെക്കൻ കേരളത്തിൽ 2 സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. നേരത്തെ ഒരു സീറ്റ്, പുനലൂർ പോലുള്ള സീറ്റോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ മറ്റേതെങ്കിലും ഒരു ഇരവിപുരം പോലുള്ള സീറ്റൊക്കെ കൊടുത്താണ് ലീഗിനെ സമാധാനിപ്പിക്കാറ്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല പോലുള്ള, നെടുമങ്ങാട് പോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീറ്റ് വേണം. അതുപോലെ കൊല്ലം ജില്ലയിലും ഒരു സീറ്റ് വേണം. ഈരാറ്റുപേട്ട സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട സീറ്റ്, പൂഞ്ഞാർ ഉൾപ്പെടുന്ന ആ സീറ്റ്, പൂഞ്ഞാർ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെല്ലാം മറിച്ച് ലീഗിന് വേണം. അങ്ങനെ തെക്കൻ ജില്ലകളിൽ ഓരോ ജില്ലയിലും ഓരോ സീറ്റ് ലീഗിന് വേണമെന്നാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെടുക എന്നാണ് അറിയുന്നത്. ഈ എന്തിന് ആലപ്പുഴയിലെ അരൂക്കുറ്റി സീറ്റ് പോലും ഒരുപക്ഷേ ലീഗ് ആവശ്യപ്പെട്ടേക്കാം. അതുപോലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി അല്ലെങ്കിൽ കൊച്ചി, അത്തരം സീറ്റുകൾ, തൃശ്ശൂർ ജില്ലയിൽ 2 സീറ്റുകൾ കൊടുങ്ങല്ലൂർ കൊടുത്താൽ തങ്ങൾ സന്തോഷത്തോടെ വാങ്ങിക്കുമെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു. ഞങ്ങൾ എല്ലാ ജില്ലകളിലും, എനിക്ക് തോന്നുന്നു ഇടുക്കി ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും, എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എൻ്റെ ഒരു അനുമാനം പറഞ്ഞാണ്, ഇടുക്കി ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും ഓരോ സീറ്റ് ലീഗിന് ഉണ്ടാകണമെന്നാണ്, കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും ലീഗിന് ഉണ്ടാകണമെന്നാണ് ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം 16 സീറ്റുകളിൽ ഏതാണ്ട് ഭൂരിഭാഗം 13 സീറ്റെങ്കിലും ലീഗ് മത്സരിക്കും. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് ലീഗിൻ്റെ കൊത്തളങ്ങളാണ്. അതുകൊണ്ട് അവിടെയൊന്നും പിന്നെ കോൺഗ്രസിന് പ്രത്യേകിച്ച് അഭിപ്രായം പോലും പറയാൻ കഴിയില്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ ഇത്തവണ ലീഗ് കുറച്ചുകൂടെ പിടിമുറുക്കും. തങ്ങൾക്ക് ചില സീറ്റുകളിൽ ലീഗ് ജയിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു 35 സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 35 സീറ്റ്, 63 സീറ്റുകളിലോ മറ്റോ ആണ്, 63 മുതൽ 70 സീറ്റുകൾ വരെ കോൺഗ്രസ് മത്സരിക്കും. 70 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് 78 വരെ പോകാം. ബാക്കിയുള്ള 35 സീറ്റ് പിന്നെയുള്ള RSP തുടങ്ങിയ കേരള കോൺഗ്രസ് ജോസഫ് തുടങ്ങിയ ഘടകകക്ഷികൾക്കുള്ള സീറ്റുകളാണ് മറ്റുള്ളതൊക്കെ. പക്ഷേ ഏതായാലും 35 സീറ്റ് ലീഗിന് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടാൽ, അതും തെക്കൻ പ്രദേശങ്ങളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും ഇടുക്കിയും പത്തനംതിട്ടയും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും മത്സരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടാൽ UDF കുഴങ്ങി പോകുന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ ലീഗ് എങ്ങനെയെങ്കിലും മാത്രമേ അവർക്ക് 35 സീറ്റുകൾ മത്സരിക്കാനായി ലഭിക്കുകയുള്ളൂ. ഈ മലപ്പുറം പോലെ ജില്ല മാറ്റി നിർത്തി കഴിഞ്ഞാൽ, കോഴിക്കോട്, കാസർഗോഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 35 സീറ്റുകൾ അവർക്ക് കിട്ടണമെങ്കിൽ ഈ പത്തനംതിട്ടയും ഇടുക്കി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും മത്സരിച്ചേ മതിയാവും. 12 ജില്ലയിലും മത്സരിച്ചേ മതിയാവും. അതുകൊണ്ട് ലീഗ് സമ്മർദ്ദം ശക്തമാക്കി 35 സീറ്റുകൾ ലീഗിന് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ നീക്കങ്ങളും ലീഗ് നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ ഒരു സമ്മർദ്ദത്തിന് UDF വഴങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് വഴങ്ങണം. കോൺഗ്രസ് ഇപ്പോഴത്തെ നേതൃത്വം ഒന്നിനും അത്ര വഴങ്ങിക്കൊടുക്കുന്ന ആളെ അല്ല എന്നാണ് ആൾക്കാരെയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ടത്തെ ഉമ്മൻചാണ്ടി, ആന്റണി പോലുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങിക്കൊടുക്കില്ല. പക്ഷേ 35 സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടാൽ അത് വലിയൊരു കല്ലുകടിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ലീഗ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന തന്ത്രമാണ് ഇപ്പോഴും അവലംബിക്കുന്നത്. ഇപ്പോൾ പിടിച്ചാൽ കിട്ടും എന്നുള്ള, കാരണം ഭരണം കിട്ടുമെന്ന് ഏറെക്കുറെ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലീഗ് പിടിച്ചാൽ കാര്യം നടക്കുമെന്നാണ് ആ പാർട്ടി കരുതുന്നത്. അതുകൊണ്ട് 35 സീറ്റ് അവർ ആവശ്യപ്പെട്ടേക്കാം.